ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മാരിയാസ് വ്ളോഗ്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. ചട്ടിപ്പത്തിരിന്നോ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരിന്നോ എന്ത് വേണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോഴേക്കിനും കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനോ ബീഫോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തിട്ടുള്ളത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ അപ്പുറത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു മുട്ടയുടെ ഒരു ചെറിയൊരു മിക്സ് കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കൂടി പോകാൻ പാടില്ല, കാരണം നമ്മൾ മസാലയിലും കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കന് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് ഈ മസാലയിൽ കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് ഇവിടെ എടുക്കുന്നത്. മൈദ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇവിടെ ബാക്കി കുറച്ച് ചപ്പാത്തി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചുട്ടതിന് ശേഷം ഈ പാനിലുള്ള മസാലകൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചപ്പാത്തി എടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് പാനിൽ ഒരിത്തിരി എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 3 ലെയറായിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. ചപ്പാത്തി വെച്ച് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക, പിന്നെ വീണ്ടും ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് 3 ലെയറായിട്ട് ലാസ്റ്റ് ഒരു ചപ്പാത്തി വെച്ച് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഈ ബാക്കി വന്ന മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഭവം സെറ്റായി. ഈ മുട്ട ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. സൈഡിലൂടെയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണം, അപ്പോഴാണ് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായി വരുള്ളൂ. അത് കഴിഞ്ഞ് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പം വേറൊരു പാൻ എടുത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടൊരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.